നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 9-ാം തീയതി, 1200-ാം ആണ്ട് മീനമാസം 26-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് മകൻ നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് മകമാണ്. മകൻ നക്ഷത്രം, ബുധനാഴ്ച. നല്ല ദിവസം, നല്ല നക്ഷത്രം. ഇപ്പോൾ വളരെ സന്തോഷപ്രദമായ, വളരെ ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണെന്നറിയുക. വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. എന്ത് ശുഭകാര്യത്തിനും കൊള്ളാം. ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ഫലവത്തായി വരുന്ന സമയമാണ് ഇപ്പം ഇന്ന് വരുന്ന സമയം. വളരെ ഐശ്വര്യദായകമായ ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ശുഭകാര്യത്തിന് വേണോ നമുക്ക് ഇറങ്ങാം, അത് വിജയത്തിലേക്ക് വരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിലും അറച്ച് നിൽക്കരുത്. ബുധനായതുകൊണ്ട് പ്രവൃത്തികാരകനും കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് തരും. അതുപോലെ മീനമാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിടക്കും. ജോലി, എന്തെങ്കിലും ബിസിനസ്സോ അതുപോലെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് തരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരാൻ പോണേ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും. ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം ആണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ കാര്യത്തിന് അറച്ചു നിൽക്കാതെ ഈ ഒരു വർഷത്തെ വിനിയോഗിച്ചുകൊള്ളണം. നമുക്കതുപോലെ ബുധൻ്റെ ആഴ്ച അടുത്ത വർഷങ്ങളിൽ ഉടനെ ഒന്നും നമുക്ക് ബർത്ത്ഡേ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ലൊരു ദിവസം, നമുക്ക് നല്ലൊരു വർഷം ദൈവം പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം. എന്തായാലും നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു അവസ്ഥ ഈ വർഷം ഉണ്ടാവുമെന്നുള്ളതിന് സംശയം വേണ്ട. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 12:26 തൊട്ട് 1:57 വരെയാണ് രാവുകാല സമയം. ശുഭയാത്രയ്ക്ക് അല്ലെങ്കിൽ ശുഭ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് രാവുകാലത്തിന് വേണ്ട. അതുപോലെ തന്നെ യമകണ്ഠ കാലവും ഗുളികകാല സമയവും വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം വരുന്ന സമയമാണ് 10:55 തൊട്ട് 12:26 വരെയും. യമകണ്ഠ കാല സമയം 7:52 തൊട്ട് 9:23 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഞാൻ നല്ല ദിവസമാണ്, നല്ല സമയമാണ്, എന്ത് കാര്യത്തിനും കൊള്ളാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ സമയം ഉപയോഗിക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞ 12:02 തൊട്ട് 12:50 വരെ 48 നേരമാണ്. ഇതിന് 4 നേരം കൊള്ളാതെ വരുമെങ്കിലും അഭിജിത്ത് മുഹൂർത്തവും നമുക്ക് എന്ത് കാര്യത്തിനും എടുക്കാം. ഈ സമയത്ത് രാഹുകാലം കയറി വരുന്നത് കൊണ്ട് രാഹുകാലം മറ്റ് ശുഭയാത്രയ്ക്ക് മാത്രമേ കൊള്ളാതെ ഉള്ളൂ എന്ന് ഗ്രന്ഥങ്ങളിൽ തന്നെ അനുശാസിക്കുന്നുണ്ട്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറോ അതുപോലെ ഇളം പച്ച കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ ഷാളോ ആയിട്ടോ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ബുധഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.